ഹായ് ഹലോ. അങ്ങനെ ഇന്നലെ നീറ്റ് MDS എക്സാം ഒക്കെ കഴിഞ്ഞു. കുറേ ദിവസത്തെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കഴിഞ്ഞിട്ട് ഇന്നാണ് ഒന്ന് നേരെ ശ്വാസം വിടുന്നത്. ഇന്നലെ നീറ്റ് MDS എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നീറ്റ് MDS എക്സാം എഴുതിയപ്പോൾ ട്രിവാൻഡ്രത്തുള്ള എനിക്ക് എറണാകുളത്തുള്ള ആൾക്കാർക്ക് ട്രിവാൻഡ്രത്തും അങ്ങനെയൊക്കെ ആയിരുന്നു സെൻറ്റർ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം കുറേ ആൾക്കാർക്ക് അങ്ങനെ തന്നെയായിരുന്നു. എറണാകുളത്തുനിന്നും അങ്ങനെ ദൂര സ്ഥലത്തു നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ എക്സാം എഴുതാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് എനിക്ക് ഇപ്രാവശ്യം സെൻറ്റർ കിട്ടിയത് ട്രിവാൻഡ്രത്ത് തന്നെയായിരുന്നു സെൻറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് സെൻറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇവിടെ ട്രിവാൻഡ്രം വെഞ്ഞാറമൂടുള്ള ജാസ് ബിൽഡിങ്ങിലാണ് സെൻറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മളവിടെ പോത്തങ്കോട് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവിടെ റോഡ് പണി നടക്കുന്ന കാരണം നല്ല അടിപൊളി ബ്ലോക്കായിരുന്നു. 10 മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് നമ്മൾ ബ്ലോക്കിൽ മാത്രം അരമണിക്കൂർ പെട്ട് കിടക്കും. അതൊരു ബ്ലോക്കായിരുന്നു. അതുകൊണ്ട് എന്താ പറ്റിയെന്നറിയോ, ഇന്നലെ എറണാകുളത്തു നിന്ന് വന്ന ഒരു കുട്ടിക്ക് എക്സാം എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പുള്ളിക്കാരെന്തോ 1:35 അത്ര എന്തോ ലേറ്റായിട്ട് ഉണ്ടായിരുന്നുള്ളൂ ഈ ബ്ലോക്കിൽ പെട്ടിട്ട്. പക്ഷെ അവർ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1:30 ശേഷം അകത്തോട്ട് കയറ്റില്ല എന്ന്. അങ്ങനെ അതിന് എക്സാം എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ എത്ര മാസത്തെ കഷ്ടപ്പാട്, ഉറക്കമില്ലാതെയുള്ള ഒരു എക്സാമിന് മുന്നേയുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്സും ടെൻഷനും എല്ലാം കൂടെ കയറിയിട്ട് അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടാണ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യാൻ വരുന്നത്. അങ്ങനെ വന്നിട്ട് എക്സാം എഴുതാൻ പറ്റാണ്ട് പോവുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ, അത് ഇന്ന് നീറ്റ് UG എക്സാമാണ്. ആർക്കെങ്കിലും ആ ഏരിയയിൽ എവിടെയെങ്കിലും, അങ്ങനെയല്ല എവിടെയാണെന്നുണ്ടെങ്കിലും ഒരു ഹാഫ് ആൻ അവർ എങ്കിലും മുന്നേ എത്തണം എന്നുള്ള രീതിയിൽ ട്രാവലൊക്കെ അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ കഷ്ടപ്പാടാണ്. അവർ അതൊന്നും നോക്കില്ല. അവർ സ്ട്രിക്ട്ലി ആ ഒരു റൂള് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ രീതിക്ക് അവർ പോകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ വേണം പ്രിക്കോഷൻസ് എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.